ഹലോ ഗായ്സ്, അപ്പോൾ ഇന്നലത്തെ ബിഗ് ബോസിലെ എപ്പിസോഡ് ഭയങ്കര ഒരു ഹാർട്ട് ടച്ചിങ് മൊമെൻ്റ് ആയിരുന്നു. കാരണം എന്ന് വെച്ചാൽ ഇത്രയും നാളിൽ ഓരോരുത്തരുടെ പാരൻസ് വരുമ്പോഴും കിട്ടാത്തൊരു ഫീലാണ് നമുക്ക് ഇന്നലെ സായിയുടെ വീട്ടിൽ നിന്ന് വന്നപ്പോൾ ഉണ്ടായത്. ബാക്കി അവിടുത്തെ നടന്ന കാര്യങ്ങൾ. അപ്പോൾ സായിനെ കാണാൻ വേണ്ടി വന്നത് സായിയുടെ വൈഫാണ്. സായി അച്ഛൻ വരലേ 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 എന്ന് ആഗ്രഹിച്ച് ബിഗ് ബോസിനോട് പറഞ്ഞതാണ്, വരലേ, അച്ഛനെ കൊണ്ടുവരലേ, വേറെ ആര് വന്നാലും കുഴപ്പമില്ല, ഇവർ ആരൊക്കെ വന്നിട്ട് പക്ഷെ അച്ഛൻ വരരുതെന്ന് ബിഗ് ബോസിനോട് പറഞ്ഞു. പക്ഷേ ബിഗ് ബോസ് സായിനെ ചതിച്ച് അച്ഛനെ തന്നെ കൊണ്ടുവരികയുണ്ടായി. വൈഫ് സ്നേഹയും വന്നിട്ടുണ്ട്. അപ്പോൾ ഒരു അടിപൊളി എപ്പിസോഡായിരുന്നു. നമ്മുടെ സായിനെ കുറിച്ച് ഇത്രയും നാൾ നമ്മൾ മനസ്സിൽ വെച്ചിരുന്ന ആ ഒരു ഇമേജൊക്കെ തകർന്ന ഒരു നിമിഷമായിരുന്നു. വളരെ സെൻസിറ്റീവായിട്ട്, വളരെ അതായത് വൈഫായാലും ഭയങ്കര സപ്പോർട്ടും കാര്യങ്ങളാണ് സ്നേഹ. അപ്പോൾ സ്നേഹ വരുമ്പോൾ സായി തലേ കയ്യിൽ വെച്ച് അവിടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ സായി ഇന്നലെ ഒരുപാട് കരഞ്ഞിട്ടൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ എന്താണ് കാര്യങ്ങളെന്ന് വെച്ചാൽ, അച്ഛനെ കൊണ്ടുവന്നത് പ്ലാസ്മ ടി വിയിലൂടെയാണ് അച്ഛനെ കാണിച്ച് ലൈവായിട്ടൊരു വീഡിയോ കോൾ ചെയ്യുകയാണ് ചെയ്തത്. അതെന്തായാലും നല്ലൊരു ഇതായിരുന്നു. സായി സ്നേഹം വന്ന ഉടനെ സിജു സായിനെ കൊണ്ടുവരികയും അവർ ഭയങ്കര ഒരു റൊമാൻറ്റിക് മൂഡിലോട്ട് പോവുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. സോ അതൊക്കെ കഴിഞ്ഞിട്ട് അവർ വന്നിരുന്നിട്ട് ഇങ്ങനെ സായി ചോദിക്കുന്നുണ്ട്, എനിക്ക് കുറേ പ്രശ്നങ്ങളൊക്കെ തീർക്കണമെന്നുണ്ടായിരുന്നു. അപ്പോൾ സ്നേഹം പറയുന്നത് എല്ലാ പ്രശ്നങ്ങളും സോൾവ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ സായി ഉറപ്പാണോ, സത്യമാണോ, എല്ലാ പ്രശ്നങ്ങളും സോൾവ് ആക്കി? അപ്പോൾ സ്നേഹം പറയുന്നുണ്ട് എല്ലാ പ്രശ്നങ്ങളും സോൾവ് ആയി എന്നൊക്കെ പറയുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ബിഗ് ബോസ് വന്നിരിക്കാൻ പറയുകയും പ്ലാസ്മ ടി വിയിൽ ഫാദറിനെ കൊണ്ടുവരികയും ചെയ്യുന്നത് സായി ഒട്ടും പ്രതീക്ഷിച്ചില്ല. സായി അങ്ങ് ഞെട്ടി തരിപ്പണമായി പോയി എന്ന് നമുക്കത് കാണുമ്പോൾ നമുക്കത് മനസ്സിലാവുമല്ലോ. അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷൻ ആയിരുന്നു. അപ്പം അച്ഛൻ പറയുന്നുണ്ട്, അപ്പം വലിയൊരു ഇതില്ല, സായി ഞെട്ടിയിരിക്കുകയാണ്. അപ്പോൾ അച്ഛൻ പറയുന്നുണ്ട്, എന്താ സായി നീ എന്നെ കാണാനില്ലേ, അങ്ങനെയൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ സായി എന്നിട്ട് അപ്പോൾ ഒന്നും മിണ്ടുന്നില്ല. അപ്പോൾ എല്ലാവരും പറയുന്നത് എണീറ്റില്ല സായി, എണീറ്റില്ല, അങ്ങനെ എണീറ്റൊക്കെ നിൽക്കുന്നുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് അച്ഛൻ ചോദിക്കുന്നുണ്ട്, ഹെൽത്ത് ഇഷ്യൂ എന്തെങ്കിലും കുഴപ്പമുണ്ടോ, സുഖമല്ലേ, വേദനയൊക്കെ ഉണ്ടോ, കണ്ടാൽ ക്ഷീണമൊക്കെ തോന്നുന്നുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ സായി പറയാണ് ഹെൽത്ത് ഇഷ്യൂസൊക്കെ ഉണ്ട്. അപ്പോൾ അച്ഛൻ കുറച്ച് ഉപദേശങ്ങളും കാര്യങ്ങളും, കാരണം അവരിപ്പോഴല്ലേ സംസാരിക്കുന്നത്. സോ അതിൻ്റേതായിട്ടുള്ള ഒരു വളരെ ഓപ്പണായിട്ട് സംസാരിക്കുകയാണ്. പറയുകയാണ്, നീ ശ്രദ്ധിച്ച് കളിക്കുക, നീ എന്തിനാണ് ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നത്, ഇവിടെ വീട്ടിലുള്ള എല്ലാവരും നന്നായിട്ട് കളിക്കുന്നുണ്ട്, കണ്ണനും നന്നായിട്ട് കളിക്കുന്നുണ്ട്, അപ്പോൾ വിഷമിച്ചിട്ടൊരു കാര്യമില്ല, ഒരു പ്രശ്നവുമില്ല, ഞാൻ വളരെ സന്തോഷത്തോടെയാണ് സംസാരിക്കുന്നത്, ഞാൻ ഹാപ്പിയാണ്, നമ്മൾ തമ്മിലും ഒരു പ്രോബ്ലവും ഇല്ല, അമ്മയ്ക്ക് വരണമെന്ന് നല്ല താല്പര്യം ഉണ്ടായിരുന്നു, പക്ഷേ സാഹചര്യങ്ങൾ മൂലം അമ്മയ്ക്ക് അവിടെ എത്താൻ കഴിഞ്ഞില്ല, അതാണ് നീ അതൊന്നും ഓർത്ത് വിഷമിക്കേണ്ട, വീട്ടിലത്തെ കാര്യവും അല്ലെങ്കിൽ നാട്ടിലത്തെ കാര്യവും മറ്റു കാര്യങ്ങൾ ആലോചിച്ചൊന്നും നീ വിഷമിക്കരുത്, നീ ഇപ്പോൾ അവിടെ നിൽക്കി, നീ വിഷമിക്കാതെ നില്ല, നീ വിഷമിച്ചിരിക്കുന്നത് കാണുമ്പോഴാണ് നമുക്ക് വീട്ടിലുള്ളവർക്ക് വിഷമം വരണത്. അങ്ങനെ വിഷമം വരുമ്പോൾ മുഖത്ത് വരാൻ പാടില്ല, ഹാപ്പി ആയിട്ടിരിക്കണം. മറ്റുള്ളവരുടെ രക്ഷിതാക്കളൊക്കെ വരുമ്പോൾ നീ കാണല്ലേ അവരങ്ങനെ നടക്കണേ ഇങ്ങനെ നടക്കണേക്കെ, അപ്പോൾ അതുപോലെ നീ ഒരിക്കൽ നിന്റെ വീട്ടിൽ നിന്ന് വരികയല്ലേ, നീ എന്തിനാ മനസ്സിലെ ടെൻഷൻ എടുത്ത് വെക്കുന്നതൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ സായി പറയുന്നുണ്ട്, ഇതും ടെൻഷനല്ല അച്ഛാ, ഇതും ബാക്കിയുള്ളവരുടെ പാരൻസ് വന്ന് അവരുടെ വർത്തമാനം പറയുമ്പോഴും നടക്കുമ്പോഴൊക്കെ എനിക്ക് എൻ്റെ ഉള്ളിൽ ഒരു ഗിൽറ്റ് ഫീൽ ചെയ്യുന്നുണ്ട്, ഭയങ്കര ദേഷ്യവും വിഷമവും സങ്കടവും ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ ഞാൻ അച്ഛനോടും അമ്മയോടും അങ്ങനെയൊന്നും ആയിരുന്നില്ലല്ലോ എന്നുള്ളതാണ് സായിയുടെ വിഷമം. അപ്പോൾ അച്ഛൻ പറയുന്നത്, അതൊന്നും ഇപ്പം നീ ആലോചിക്കേണ്ട കാര്യമില്ല, രക്ഷിതാക്കളാകുമ്പോൾ സ്നേഹിക്കാനും വഴക്ക് പറയാനും എല്ലാത്തിനും, വിഷമം വരുമ്പോൾ കൂടെ നിൽക്കാനും ദേഷ്യപ്പെടാനും എല്ലാത്തിനും രക്ഷിതാക്കളാകുമ്പോൾ പറ്റും. അപ്പോൾ ഒരു പ്രത്യേകമായിട്ടുള്ളൊരു ദേഷ്യം എനിക്ക് നിന്നോട് ഇല്ല, വിഷമമൊന്നുമില്ല. അപ്പോൾ ഞാൻ അന്നും ഇന്നും എല്ലാവരും സ്നേഹിച്ചിട്ടേ ഉള്ളൂ. അപ്പോൾ സായി പറയണത്, ഞാൻ ലൈഫ് തിരിച്ച് കിട്ടണമെന്ന ആഗ്രഹത്തോടെയാണ് ഈ ഷോയിലോ ഈ പ്ലാറ്റ്ഫോം യൂസ് ചെയ്തത്, അതുകൊണ്ടാണ് ഞാൻ ഇവിടെ വന്നപ്പോൾ കറക്റ്റ് ഞാൻ ചെയ്ത തെറ്റുകളൊക്കെ ഏറ്റു പറയുകയുണ്ടായത്. ഞാൻ പറഞ്ഞത്, നാളെ പുറത്തിറങ്ങുമ്പോൾ എനിക്ക് അച്ഛനെയും കാണണം, അമ്മേനെയും കാണണം, നിങ്ങളുടെ സായിയായിട്ട് കണ്ണനായിട്ട് എനിക്ക് ജീവിക്കണം, അതാണ് എൻ്റെ ആഗ്രഹം എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ ജീവിക്കാൻ എനിക്ക് ഭയങ്കര ഒരു അതീവ ആഗ്രഹമുണ്ട്, അതുകൊണ്ടാണ് ഞാൻ ചെയ്ത തെറ്റുകളൊക്കെ ഏറ്റു പറഞ്ഞത് എന്നൊക്കെ സായി പറയുന്നു. അവസാനം ഇവർ സംസാരിച്ചിട്ട് പല കാര്യങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് വിഷമിച്ച് നിൽക്കാതെ നീ ട്രോഫിയും കൊണ്ട് മലപ്പുറത്ത് തന്നെ ട്രോഫിയും കൊണ്ട് വരണം എന്നൊക്കെ പറഞ്ഞ് അത് നല്ലൊരു എപ്പിസോഡായിരുന്നു ഗൈസ്. അപ്പോൾ നിങ്ങൾ ചാനലൊന്ന് സബ്സ്ക്രൈബ്